നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. പ്രധാനമായിട്ടും ഒരുപാട് ലോക്കൽ ക്യൂസുകളും ഗ്ലോബൽ ക്യൂസുകളും നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് മാർക്കറ്റ് അവധിയാണെങ്കിൽ കൂടിയും നമ്മൾ ആദ്യം തന്നെ കേട്ടത് ഇറാൻ്റെ പ്രസിഡൻറ്റും വിദേശകാര്യ മിനിസ്ട്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കുറച്ച് ഒരു വറിയായ രീതിയിലാണ് ഇതിനെ നോക്കിക്കണ്ടത്. കാരണം വളരെ റീസെൻ്റായിട്ട് ഒരു എസ്കലേഷൻ നടന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ എസ്കലേഷൻ നടന്ന ദിവസം മാർക്കറ്റ് വളരെ ശക്തമായിട്ട് ഇടിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു രാജ്യത്തിലെ പ്രസിഡൻ്റാണ് ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത്. അപ്പോൾ ഇനി അത് മറ്റൊരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ആശങ്കകൾക്കൊന്നും തന്നെ ഒരു പ്രസക്തിയുമില്ല. കാരണം ഈ ഒരു അപകടം സ്വാഭാവികമായി നടന്ന ഹെലികോപ്റ്റർ അപകടമാണ്. ഇതിൽ ബാഹ്യ ശക്തികൾക്കൊന്നും തന്നെ യാതൊരു പങ്കില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് കഴിഞ്ഞു ക്ലോസ് ആയ ഏഷ്യൻ മാർക്കറ്റ്, അല്ലെങ്കിൽ ട്രേഡിംഗ് തുടരുന്ന യൂറോപ്യൻ മാർക്കറ്റ്, അല്ലെങ്കിൽ US ഫ്യൂച്ചർ, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ, ഇതിലൊന്നും തന്നെ യാതൊരു വിധ പ്രോഫിറ്റ് ബുക്കിങ്ങോ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ഒരാൾ മാത്രം ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അത് ഗോൾഡാണ്. ഒരു സിംഗിൾ ഡേ കൊണ്ട് ഗോൾഡ് ഏകദേശം ഒരു $28 അഥവാ ഏകദേശം 1.245% ഒരു സ്പൈക്ക് ഗോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു ആശങ്ക പരത്തുന്ന ഒരു കാര്യം. പക്ഷേ ഗോൾഡ് ഈ ഒരു റീസൺ അല്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റാലി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗോൾഡ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഈ ഒരു ഇറാൻ്റെ പ്രസിഡൻറ്റിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തേണ്ട യാതൊരു ആവശ്യകത നിലവിലെ സാഹചര്യത്തിലില്ല. ഇനിയിപ്പോൾ നാളെ മറ്റ് ന്യൂസുകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാനും സാധിക്കില്ല. നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഇലക്ഷൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഫേസാണ്. 5ാം ഘട്ടമാണ്. ഏകദേശം ഒരു 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളുടെ ഭാവി നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ അവരും കൂടി പങ്കാളിയായിട്ടുള്ള മണ്ഡലങ്ങളിൽ ആണ് ഇപ്പോഴുള്ള ഇലക്ഷൻ ഇന്ന് നടന്നത്. അത് സ്വാഭാവികമായ രീതിയിൽ ബോംബെയിലെ ഇലക്ഷൻ കാരണം ഇന്ന് മാർക്കറ്റ് അവധിയുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വാർത്ത. കാരണം 2014, 2019 കാലഘട്ടത്തിൽ ഉള്ള ഈ ഒരു ലോകസഭ ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന ഇന്ത്യയിലെ ചാഞ്ചാട്ട സാധ്യതകൾ, അല്ലെങ്കിൽ ചാഞ്ചാട്ടങ്ങളെ കാണിക്കുന്ന ഇന്ത്യ വിക്സ് നിൽക്കുന്നിടത്തിൽ നിന്നും, അതായത് അന്നുണ്ടായിരുന്ന 30 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 46% സ്റ്റിൽ താഴെ തന്നെ, അഥവാ 20 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇപ്പോഴും ഇന്ത്യ വിക്സ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വറി നൽകുന്ന അല്ലെങ്കിൽ ഘടകം. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്ന് US-ൽ നിന്ന് ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. ഈ ഒരാഴ്ച ജർമ്മനിയിൽ നിന്നും UK-യിൽ നിന്നും അവിടെ ഇൻഫ്ലേഷൻ ഡേറ്റയും അല്ലെങ്കിൽ GDP ഡേറ്റയും, US-ലെ ഹോം സെയിൽ ഡേറ്റയും, US-ലെ സർവീസ് PMI ഡേറ്റയും, ഈവൻ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും എല്ലാം തന്നെ ഉണ്ട്. മാർക്കറ്റിനെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്ലോബൽ ഈവൻ്റാണത്. അപ്പോൾ ആ ഈവൻറ്റുകൾ എന്നാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ സമയമടക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വിസ്പേറ്റ് ട്രേഡിങ്ങിലെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് മൺസൂണിൻ്റെ ഒരു ലഭ്യതയാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ യഥാസമയത്ത് തന്നെ ഈ തവണ എത്തിയിട്ടുണ്ട്. ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തത് ഈ തവണ ചൂട് കാരണം മഴ വൈകി വരുമെന്നായിരുന്നു പഴമക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ മഴ കൃത്യമായ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. IMDയുടെ കണക്കുകൾ പ്രകാരം ഈ തവണ 106%, അഥവാ 996 ml മഴ ലഭിക്കുമെന്നാണ് കണക്ക്. അപ്പോൾ അത് സ്വാഭാവികമായ രീതിയിൽ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം കഴിഞ്ഞ തവണ നമുക്കുണ്ടായിരുന്ന കാർഷിക ഉൽപ്പാദനം 1600 ലക്ഷം ടണ്ണാണ്. അത് ഈ തവണ ഏകദേശം 3600 ലക്ഷം ടണ്ണിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. കാർഷിക കയറ്റുമതി കൂട്ടാൻ സാധിക്കും, ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ പോലും, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ പെടും. കൂടാതെ തന്നെ ഫെർട്ടിലൈസർ പെടും. കൃഷിക്ക് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറിന് ഉപയോഗിക്കുന്ന മറ്റുള്ള കെമിക്കൽ കമ്പനികൾക്ക് ഇത് ഗുണകരമാകും. ട്രാക്ടറിന് ഇത് ഗുണകരമാകും. എന്നാൽ ട്രാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് മാത്രമല്ല, ഈ ഒരു മൺസൂൺ കൂടുതൽ വരുന്നത് മറ്റുള്ള വാഹന മേഖലയ്ക്ക് കൂടി ഇത് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇനി ഗ്രാമീണ മേഖലയ്ക്ക് ഇത് വളരെയധികം അവരുടെ സ്പെൻഡിങ് പവർ ഉയർത്താനായിട്ട് സാധിക്കും.
അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഴ വരുമ്പോൾ, അല്ലെങ്കിൽ മഴ കൂടുതലുണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ ITC അതല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയുള്ള കമ്പനിക്ക് ഇത് ഗുണകരമാകുന്നത് ഈ HUL അല്ലെങ്കിൽ ITC തുടങ്ങിയ കമ്പനികളുടെ അവരുടെ അവരുടെ പ്രൊഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്യുന്നത് അർബൻ അതല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലല്ല, മറിച്ച് ഗ്രാമീണ മേഖലകളിലാണ് അവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഴ കൂടുതൽ വരുമ്പോൾ ഈ FMCG കമ്പനിക്കും ഗുണകരമാകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും മഴ കൂടുതൽ വരുന്നത് ഡാമിൽ ജലമുണ്ടാകും. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനം വളരെ ദ്രുതഗതിയിൽ നടക്കുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കൂടാതെ തന്നെ ബാങ്കുകൾക്ക് ഇത് ഗുണകരമാകും. കാരണം കർഷകർ പുതിയ ട്രാക്ടർ വാങ്ങാൻ, പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സ്വാഭാവികമായ രീതിയിൽ വായ്പ തേടും. വായ്പകൾ തേടുമ്പോൾ ബാങ്കുകൾക്ക് ഇത് ഗുണകരമാകും. കൂടാതെ തന്നെ കൃത്യമായ രീതിയിൽ മഴ ലഭിക്കുമ്പോൾ വിളകൾക്ക് നല്ല രീതിയിൽ വിള ലഭിക്കുകയും ഇത് ഈ കർഷകരെടുത്ത വായ്പ തടസ്സം കൂടാതെ തന്നെ ഇവർ തിരിച്ചടയ്ക്കാനായിട്ടും പറ്റുമെന്നുള്ളത് കൊണ്ട് ബാങ്കുകൾക്ക് മൾട്ടിപ്പിൾ റീസൺ കൊണ്ട് ഇത് ഗുണകരമാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മഴ കൂടുതലുണ്ടാകുക എന്ന് പറയുന്നത് നമ്മളുടെ GDP ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കാർഷിക മേഖല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വലിയ തോതിൽ പെർസെൻറ്റേജ് വൈസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, GDP മേൽപ്പറഞ്ഞ കാർഷിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ FMCG കമ്പനീസ്, വാഹനങ്ങൾ, ബാങ്കുകൾ, അങ്ങനെയുള്ള മറ്റുള്ള സമസ്ത മേഖലകൾക്കെല്ലാം കൂടി ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് മഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ മഴ കൃത്യമായിട്ട് തന്നെ ഉണ്ടാകണം കേട്ടോ. കാരണം നിലവിലുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് IMDയുടെ ഒരു കണക്കുകൾ പ്രകാരമാണ് മഴ ഇത്ര ലഭിക്കുമെന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം പല സമയങ്ങളിലും വ്യത്യസ്തമായ അല്ലെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മഴയിൽ ഇനി മുന്നോട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന അനുമാനങ്ങളെല്ലാം തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ യാതൊരു ഘടകങ്ങളും അല്ലെങ്കിൽ യാതൊരു പ്രസ്താവനക്കും അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. സാഹചര്യങ്ങളനുസരിച്ച് പ്രസ്താവനകൾ മാറും, ന്യൂസുകൾ മാറും, കമ്പനികളുടെ വ്യൂസ് എല്ലാം തന്നെ മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയുന്ന ന്യൂസ് ഇപ്പോഴുള്ള അനുമാനങ്ങളനുസരിച്ച് മാത്രമാണ് എന്നുള്ളതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി.